ഹലോ ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം. പാട്രിയോട്ടിൻ്റെ 17-ാം ദിനത്തെ കളക്ഷനിലേക്ക് കടന്നു വരാം. ഇന്ന് 199ഓളം ഷോകൾ ട്രാക്ക് ചെയ്യപ്പെട്ടപ്പോൾ 4500ഓളം ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ സിനിമയ്ക്ക് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടാൻ കഴിഞ്ഞിട്ടുള്ളത് 8,23,000 രൂപയാണ്. ശനിയാഴ്ചത്തെ വെച്ച് നോക്കുമ്പോൾ നല്ല ഒരു കളക്ഷൻ ഡിഫറൻസ് നമുക്ക് കാണാൻ കഴിയുന്നു. ശനിയാഴ്ച 6,31,000 രൂപയാണ് സിനിമയുടെ കളക്ഷനായി വന്നത്. സിനിമ ഏകദേശം ഫൈനൽ ഒരു ഓട്ടത്തിലാണെന്ന് തന്നെ പറയാം. ഏകദേശം ശനിയാഴ്ച 11 ലക്ഷം രൂപ നേടിയ ചിത്രം ഇന്ന് 15 ലക്ഷം രൂപയ്ക്ക് മുകളിൽ നേടും എന്നുള്ളതാണ്. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമ 29.5 കോടി കടന്ന് 30 കോടിയിലേക്ക് എത്തുമെന്നുള്ളത് ഉറപ്പിക്കുകയൂടെ ചെയ്യുന്നത്. വേൾഡ് വൈഡ് ആയിട്ട് 82 കോടിയിലേക്ക് സിനിമ എത്തിപ്പെട്ടിട്ടുണ്ടാകാം എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. 80 കോടി സിനിമയുടെ നേരത്തെ തന്നെ കഴിഞ്ഞിരുന്നു. 82 കോടിയിലേക്ക് എത്തുന്നു എന്നുള്ള പ്രതീക്ഷയുമാണ്. എന്തായാലും ഒരു വലിയ ഡിസാസ്റ്റർ ആയിട്ടാണ് ഈ ഒരു സിനിമ മാറിയിരിക്കുന്നത്. ബഡ്ജറ്റ് തന്നെ പ്രധാന വില്ലൻ. 80 കോടി നേടിയിട്ടും ഒരു പടം വിജയിക്കാതെ പരാജയപ്പെടണമെങ്കിൽ അതിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് 105 കോടിയാണ്. ആ ഒരു പ്രൊഡക്ഷൻ കോസ്റ്റ് പോലും സിനിമയ്ക്ക് തിയേറ്ററിൽ നിന്ന് തിരിച്ച് പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. വിജയത്തിൻ്റെ കാര്യത്തിൽ അത്രത്തോളം പോലും എത്തിയിട്ടില്ല. എന്തായാലും 2026 ഏറ്റവും വലിയ മമ്മൂട്ടിയുടെ ഡിസാസ്റ്റർ മൂവിയായി മാറുകയാണ്. ഒരുപക്ഷെ മമ്മൂട്ടിയുടെ കരിയറിലെ തന്നെ വലിയ ഡിസാസ്റ്റർ മൂവി ആവുകയാണ് ഈ ഒരു ചിത്രം. മമ്മൂട്ടിയും മോഹൻലാലും ഉണ്ടായിട്ടും സിനിമയ്ക്ക് മുന്നോട്ട് ചലിക്കാൻ കഴിഞ്ഞില്ല. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായാലും സപ്പോർട്ട് ചെയ്ത് തരണം. ഗ്രേറ്റ് മീഡിയാസ്.